ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പുതിയൊരു സ്കോളർഷിപ്പിന്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ്. ഈ സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം തുടരുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് ഈ ഒരു സ്കോളർഷിപ്പ്. ഹൈസ്കൂൾ തലം മുതൽ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ വരെ ഈ സ്കോളർഷിപ്പിന്റെ പരിധിയിൽ വരുന്നുണ്ട്. കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്കായിട്ട് പരിശീലനം നടത്തുന്ന കുട്ടികൾ ഈ ഒരു സ്കോളർഷിപ്പിലൂടെ സഹായം ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാനായി നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 നിങ്ങളുടെ കരിയർ യാത്രയിലെ വിശ്വസ്ത പങ്കാളിയായ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു സ്കോളർഷിപ്പിന്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. നോൺ റിസർവേഷൻ മുന്നോക്ക സമുദായത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. അതുപോലെ തന്നെ കേരളത്തിൽ സ്ഥിരതാമസം ഉള്ളവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ കൂടാനായിട്ട് പാടുള്ളതല്ല. പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്ക് പരിശീലനത്തിനായുള്ള സഹായം അപേക്ഷിക്കുന്നവർക്ക് അവരുടെ കുടുംബ വരുമാന പരിധി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയായിരിക്കണം. അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അപേക്ഷകന്റെ വയസ്സ് 35 വയസ്സിൽ കൂടാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ മറ്റ് സർക്കാർ സ്കോളർഷിപ്പുകളോ സ്റ്റൈപ്പൻഡുകളോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പദ്ധതി സ്കോളർഷിപ്പിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിലൂടെ ലഭിക്കുന്ന എമൗണ്ട് വിദ്യാഭ്യാസ നിലവാരത്തെയും അവരുടെ കോഴ്സിനെയും ആശ്രയിച്ച് സാമ്പത്തിക സഹായത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഹൈസ്കൂൾ ലെവലിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ 2500 പ്രതിവർഷം അവർക്ക് ലഭിക്കും. അതുപോലെ ഹയർ സെക്കൻഡറി നോർമൽ ലെവലിലുള്ള കുട്ടികൾക്ക് 4000 ഹയർ സെക്കൻഡറി മെറിറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 10,000 നമുക്ക് പ്രതിവർഷം ലഭിക്കുന്നതാണ് ഈ സ്കോളർഷിപ്പിലൂടെ. അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലെയുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ 25,000 വരെ നമുക്ക് ഈ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ഇപ്പൊ UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷയുടെ ഇന്റർവ്യൂ ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പ്രത്യേക സാമ്പത്തിക സഹായം ഈ ഒരു ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. 30,000 രൂപ വരെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസുകളായ സിവിൽ സർവീസ് കൂടാതെ മറ്റ് പ്രധാന ദേശീയ സംസ്ഥാന തലത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ PSC അല്ലെങ്കിൽ UGC നെറ്റ്, JRF, NEET അത്തരത്തിലുള്ള തുടങ്ങിയ കോച്ചിങ്ങുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് സഹായം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനായി അപേക്ഷിക്കുമ്പോൾ നിശ്ചിത വരുമാന പരിധി 2 ലക്ഷം ഉറപ്പാക്കുക. കൂടാതെ നിങ്ങൾ ഏത് മത്സര പരീക്ഷയ്ക്കാണ് കോച്ചിങ് എടുക്കുന്നത് അതിന്റെ സ്ഥാപനത്തിന്റെ ഫീസ് വിവരങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന രേഖകളും ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ട് വരും. ഓൺലൈനായിട്ട് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആധാർ കാർഡ്, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഒറിജിനൽ വരുമാന സർട്ടിഫിക്കറ്റ്, SSLC മാർക്ക് ഷീറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജ്, നിങ്ങളുടെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ വ്യക്തമാക്കുന്ന ഫസ്റ്റ് പേജ് ആൻഡ് സെക്കൻഡ് പേജ്, നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കേഷൻസ്, ഇത്തരത്തിലുള്ള എല്ലാ ഡോക്യുമെന്റേഷൻസും ഈ സ്കോളർഷിപ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. ഇതുപോലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസുമായി ഇൻസൈറ്റ് 360 ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ 4 ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DML 360 ടൈപ്പ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യാം.